ഗൈസ് ഒരിക്കലും ബന്ധുവീട്ടിലേക്ക് പോകരുത്, വീടുകളിൽ ആരും പോകരുത്. നിങ്ങൾ വീട്ടിൽ അടങ്ങിയിരിക്കുക. ആരെങ്കിലും പോയെന്ന് പറഞ്ഞ് ഇതേപോലെ ഒരു ചേട്ടൻ ഉണ്ടെങ്കിൽ പറഞ്ഞ് ഇതാകും വേണ്ട, ഇതേപോലെ ഒരു അപ്പച്ചി ആകെ ആരും പോവല്ലോ. ഞാൻ നിങ്ങൾക്ക് തരുന്ന ഉപദേശമാണ്. ഇവനെ വീഡിയോ എടുത്ത് നടന്നെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഇതൊക്കെ നിങ്ങള് ഓർത്ത് വെച്ചോ കേട്ടാ, കേട്ടാ അതെ കേട്ടാ, ഓർത്ത് വെച്ചോ. നിന്നെ വീട്ടിനകത്ത് കയറ്റാൻ പറ്റൂല. നീ ഇത് കേട്ടോ. കൂട്ടുകാരിയൊക്കെ പോയി. എവിടെ പോയാ പിന്നെ ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. കൂട്ടുകാരി അന്ന് പോയപ്പോ ഭയങ്കര ദേഷ്യ വിഷമൊക്കെ ആയിരുന്നു അന്ന് ഇവിടെ വന്നത്. കൂട്ടുകാരി പോയി. കൂട്ടുകാരിയില്ല, അവള് വരുന്നില്ല. ഇതൊക്കെ സങ്കടം വരുന്നുണ്ട് അവന്റെ മുഖത്ത്, സങ്കടം. എത്ര സപ്ലി അടിച്ച് നീ ഇങ്ങനെ സപ്ലിക്കാരനായിട്ട് നൽകിയപ്പോൾ അല്ലാതെ പോയി വല്ലതും 2 അക്ഷരം പഠിച്ച് എന്തെങ്കിലും വല്ല ക്ലാസ് എന്തെങ്കിലും കഴിഞ്ഞ് ഞാൻ വിചാരിച്ച ചേട്ടൻ നമ്മളെ വൈബിനുള്ള ആളാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ചേട്ടൻ അല്ല. ചേട്ടൻ ഇപ്പൊ പറയുന്ന കേട്ടാ, നിങ്ങൾ ആരും പോകല് കഴിച്ചോ, ബന്ധുക്കളെ വീട്ടിൽ പോകരുത്. ഓക്കെ, വീട്ടിൽ അടങ്ങിയിരുന്നോണം. 23 വയസ്സായ ആരും വീട്ടിൽ നിന്ന് വെളിയിറങ്ങരുത്, അതും ആണുങ്ങൾ. ഓക്കെ, ഇതേപോലുള്ള സ്വന്തം ബിസിനസ് ഉള്ള ആൾക്കാർ ഇതേപോലെ പലതും പറയും. നമുക്ക് ആ ബിസിനസ്സിൽ ഒരു ചെറിയ ജോലി തരാം. ഞാൻ കറങ്ങി നടക്കല്ലേ, ഇപ്പൊ കറങ്ങി നടക്കാൻ പോയിരിക്കുന്നു. ഐഫോൺ 16 മിക്കവാറും റോട്ടിൽ കിടക്കും. ഇതിനാണ് ഈ ഐഫോൺ വേണമെന്ന് പറയുന്നത്. ആരെന്ത് പറയുന്നു? എന്നിട്ട് ഇതെന്താ ഇതുകൊണ്ട് വന്നിട്ട് നാട്ടുകാരുടെ വീട്ടുകാരുടെ വീട്ടിലിരിക്കുന്ന എല്ലാവർക്കും കൊണ്ട് കാണിക്കും. യൂട്യൂബ് ഇടും ഞാൻ. നീ നിന്റെ യൂട്യൂബ് നീ പടാൻ യൂട്യൂബ് 1K സബ്സ്ക്രൈബ് വെച്ചിട്ടാണ് അവൻ പറയണത്.